എന്റെ ജീവിതം തുടങ്ങിയത് ഇടുക്കിയുടെ തണുപ്പിലും കരിങ്കൽപ്പൊടിയിലും കളർന്ന ഒരു ലോകത്താണ്. പാറപ്പൊടിയുടെ നേർത്ത ഗന്ധമായിരുന്നു എപ്പോഴും ഞങ്ങളുടെ വീടിനു ചുറ്റും. ആ ഗന്ധം എനിക്കിഷ്ടമായിരുന്നു, കാരണം അതിന് എന്റെ അച്ഛൻ രാജന്റെ വിയർപ്പിന്റെ മണമുണ്ടായിരുന്നു. അച്ഛൻ ക്വാറിയിലെ ഏറ്റവും കരുത്തനായ തൊഴിലാളി. ഞങ്ങൾക്കു വേണ്ടി ഒരുപാട് സ്വപ്നങ്ങൾ ആ പാറകൾ തുരന്ന് അദ്ദേഹം സ്വന്തമാക്കി. എന്റെയും അമ്മയുടെയും ലോകം അച്ഛന്റെ ചിരിയിലൊതുങ്ങി. പക്ഷേ ആ പാറകൾ തന്നെയാണ് എന്റെ ജീവിതം തകർത്തെറിഞ്ഞതും. ആ ദിവസം മലയോരം നടുങ്ങിയ ഒരു വലിയ ശബ്ദം കേട്ടപ്പോൾ എന്റെ നെഞ്ചൊന്നു പിടഞ്ഞു. ക്വാറിയുടെ ദിശയിലേക്ക് ഓടുമ്പോൾ കാലുകൾക്ക് ഭാരം വെച്ചതുപോലെ തോന്നി. ചുവന്ന മണ്ണിൽ ചേതനയറ്റുകിടക്കുന്ന അച്ഛന്റെ ശരീരം കണ്ടപ്പോൾ ആ 20-ാം വയസ്സിൽ എന്റെ ലോകം തകർന്നുപോയി. അതൊരു കാഴ്ചയായിരുന്നില്ല, എന്റെ ഹൃദയം പിളർന്ന യാഥാർത്ഥ്യമായിരുന്നു. അച്ഛൻ പോയതോടെ ഞങ്ങളുടെ വീടടഞ്ഞ വെളിച്ചമായി. പട്ടിണി ഞങ്ങളുടെ വാതിൽക്കൽ മുട്ടി വിളിച്ചു. കടങ്ങൾ തീർക്കാൻ ഒരു വഴിയുമില്ലാതെ ഞങ്ങൾ ഇരുട്ടിലായി. അപ്പോഴാണ് ദൂരെ കൊച്ചിയിൽ നിന്ന് രാധയമ്മായി ഒരു രക്ഷികയെപ്പോലെ വന്നത്. ഇവിടെ നിന്നാൽ ഒരു ഗതിയും വരില്ല മോളെ, കൊച്ചിക്കു പോര്, നല്ല ശമ്പളമുള്ള ജോലിയുണ്ട്, നല്ല വീടാണ്. ആ വാക്കുകൾ എനിക്കൊരാശ്വാസമായിരുന്നു. പ്രതീക്ഷയുടെ കനം പേറി നിറഞ്ഞ കണ്ണുകളോടെ അമ്മയുടെ അനുഗ്രഹം വാങ്ങി ഞാൻ ആ നഗരത്തിലേക്ക് യാത്ര തിരിച്ചു. എന്റെ ലക്ഷ്യം ഒന്നു മാത്രം, ഈ ദുരിതത്തിൽ നിന്ന് അമ്മയെ രക്ഷിക്കുക. ഇടുക്കിയിലെ ശാന്തമായ ലോകത്തിൽ നിന്ന് കൊച്ചി നഗരത്തിലെത്തിയപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. തിരക്കും ബഹളവും ആഡംബരവും. രാധയമ്മായി എന്നെ കൂട്ടിക്കൊണ്ടുപോയത് ഹരീഷ് വർമ്മ എന്ന വലിയ വ്യവസായിയുടെ ശ്രേയസ് എന്ന ബംഗ്ലാവിലേക്കായിരുന്നു. ആ വീടിന്റെ മതിലുകൾ വളരെ ഉയരമുള്ളതായിരുന്നു. അകത്തളങ്ങൾ വിശാലവും എന്നാൽ തണുത്തുറഞ്ഞതുമായിരുന്നു. ആ വീട്ടിൽ ഒരു കാലത്ത് ഭാര്യയുണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് ഞാനൊരു വേലക്കാരിയായിരുന്നു. ഹരീഷ് വർമ്മയെ ആദ്യമായി കണ്ടപ്പോൾ എനിക്ക് ഭയം തോന്നി. എപ്പോഴും തിരക്കിലാണ് അദ്ദേഹം. ചെവിയിൽ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്, മൊബൈലിൽ കണ്ണുകൾ, ബിസിനസ് മാത്രമാണ് അദ്ദേഹത്തിന്റെ ലോകം. ഭാര്യയുടെ മരണം ശേഷം ഈ വീട്ടിലെ സ്നേഹബന്ധങ്ങൾ പോലും ഒരു യന്ത്രം പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് തോന്നി. ആ വീട്ടിലെ മക്കൾ 3 പേരാണ്. മൂത്ത മകൾ ലക്ഷ്മി, 22, ഫാഷൻ ഡിസൈനർ. ഇളയവൾ മാളവിക, 18, കോളേജ് വിദ്യാർത്ഥിനി. രണ്ടുപേരും മൊബൈലിലും അവരവരുടെ സുഹൃത്തുക്കളിലും ഒതുങ്ങി. പക്ഷേ എന്റെ ശ്രദ്ധയാകർഷിച്ചത് ആ 5 വയസ്സുകാരനാണ്, അർജുൻ. അവനൊരു കിലുക്കാമ്പട്ടിയായിരുന്നു, പക്ഷേ ശബ്ദമില്ലാത്ത കിലുക്കം. ജന്മനാ സംസാരശേഷിയില്ലാത്തവനാണെന്നാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത്. അവന്റെ ലോകം ആ വലിയ വീടിന്റെ കോണിലെ കട്ടിലിൽ മൊബൈൽ ഫോണിന്റെ ഇത്തിരി വെട്ടത്തിലായിരുന്നു. ആരും അവനെ ശ്രദ്ധിക്കുന്നില്ല, അവൻ ആരോടും പ്രതികരിക്കുന്നുമില്ല. വീട്ടുജോലികൾക്കിടയിൽ എനിക്ക് വിശ്രമിക്കാൻ സമയം കിട്ടിയില്ല. പക്ഷെ ആ തിരക്കുകൾക്കിടയിലും എന്റെ കണ്ണുകൾ അർജുനെ ശ്രദ്ധിച്ചു. ആ കുട്ടിയുടെ കണ്ണുകളിലെ ശൂന്യത എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അച്ഛൻ നഷ്ടപ്പെട്ടപ്പോൾ എനിക്കുണ്ടായ അതേ ഒറ്റപ്പെടൽ ഈ ആഡംബര വീട്ടിലെ കുട്ടിയിൽ ഞാൻ കണ്ടു. ദിവസങ്ങൾ കടന്നുപോയി. കഠിന അധ്വാനം കൊണ്ട് ശരീരം തളർന്നെങ്കിലും എന്റെ ഉറക്കം കവർന്നത് ആ വീടിന്റെ ഭീകരമായ നിശബ്ദതയായിരുന്നു. അപ്പോഴാണ് ഞാൻ ആ ശബ്ദം ശ്രദ്ധിച്ചു തുടങ്ങിയത്. കൃത്യം 2 മണിക്ക്. അന്ന് രാത്രി ക്ലോക്ക് 2:03 അടുക്കളയുടെ ഭാഗത്തുനിന്ന് ഒരു ഗ്ലാസ് പാത്രം ഉരുളുന്നതുപോലെയുള്ള നേർത്ത ശബ്ദം. ക്ലാങ് ക്ലാങ്. ആദ്യമൊക്കെ ഞാൻ വെറും തോന്നലായി തള്ളി. എന്നാൽ അടുത്ത 2 രാത്രികളിലും അത് ആവർത്തിച്ചു. 4-ാം രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഞാൻ മെല്ലെ മുറി തുറന്ന അടുക്കളയുടെ നേർക്ക് നടന്നു. അവിടെ കണ്ട കാഴ്ച എന്റെ ഹൃദയം പിളർക്കുന്നതായിരുന്നു. ലക്ഷ്മിയും മാളവികയും. അവരുടെ കണ്ണുകളിൽ ഭയവും അമിതമായ ആകാംക്ഷയും ഉണ്ടായിരുന്നു. ലക്ഷ്മിയുടെ കയ്യിൽ എന്തോ ദ്രാവകമുള്ളൊരു ചെറിയ കുപ്പി. അവർ രഹസ്യമായ അർജുന്റെ മുറിയുടെ നേർക്ക് നടന്നു. വാതിലടച്ചു. ഇതൊരു സാധാരണ രഹസ്യമല്ലെന്ന് എനിക്ക് ബോധ്യമായി. എന്റെ മനസ്സിൽ സംശയം കൊടുങ്കാറ്റായി. പിറ്റേ രാത്രി ഞാൻ കാത്തിരുന്നു. 2:15 അവർ മുറിയിൽ കയറിയപ്പോൾ എന്റെ ഹൃദയമിടിപ്പ് നിലച്ചു. ഞാൻ വാതിലിന്റെ ചെറിയ ദ്വാരത്തിലൂടെ അകത്തേക്ക് ഒളിഞ്ഞു നോക്കി. അർജുൻ കട്ടിലിൽ നിശബ്ദനായി ഇരിക്കുകയാണ്. ലക്ഷ്മിയും മാളവികയും ഭയത്തോടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. 4 ദിവസമായില്ലേ നമ്മൾ തുടങ്ങിയിട്ട്, ലക്ഷ്മി പറഞ്ഞു. ഇതൊന്ന് ചെയ്യട്ടെ, അവന് സംസാരിക്കാൻ കഴിയുമെന്നെനിക്ക് തോന്നുന്നു. പെട്ടെന്ന് ലക്ഷ്മി ഒരു തുണിക്കുള്ളിൽ നിന്നൊരു നേർത്ത സൂചി പുറത്തെടുത്തു. എന്റെ ശ്വാസം തൊണ്ടയിൽ കുരുങ്ങി. ലക്ഷ്മി ഒട്ടും മടിക്കാതെ അർജുന്റെ കഴുത്തിൽ കീഴ്ത്താടിയോട് ചേർന്നുള്ള ഭാഗത്ത് ആ സൂചി കൊണ്ടൊരു ചെറിയ കുത്തുകുത്തി. അർജുൻ വേദനിച്ചിട്ടും കരഞ്ഞില്ല, പക്ഷെ അവന്റെ കണ്ണുകൾ ഭയത്താൽ നിറഞ്ഞു. ഒരു തുള്ളി രക്തം ലക്ഷ്മി ഒരു സ്പൂണിലെ മിശ്രിതത്തിലേക്ക് ചേർക്കുന്നത് ഞാൻ കണ്ടു. ചുവന്ന തേനും നാരങ്ങയും സവാള നീരും
അവരത് ബലമായി അവന്റെ വായിലൊഴിച്ചു. എന്റെ നിയന്ത്രണം വിട്ടുപോയി. അതൊരു ക്രൂരതയായി എനിക്ക് തോന്നി. ആ കുട്ടിയെ അവർ ഉപദ്രവിക്കുകയാണ്. അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നതുപോലെ ഞാൻ ശക്തമായി വാതിലിൽ ആഞ്ഞടിച്ചു. വാതിൽ തുറന്ന ലക്ഷ്മി എന്റെ മുന്നിൽ തളർന്നു നിന്നു. തേൻകുപ്പിയും മിശ്രിതവും നിലത്ത് വീണ് ചിതറി. എന്താ ലക്ഷ്മി ഇത്? നിങ്ങൾ ഈ കുട്ടിയെ കൊല്ലാൻ ശ്രമിക്കുകയാണോ? എന്റെ ശബ്ദം നിയന്ത്രണം വിട്ട് ഉയർന്നു. ലക്ഷ്മി പേടിച്ചു കരഞ്ഞുകൊണ്ട് എന്റെ കാൽക്കൽ വീണു. അഞ്ജലിച്ചി, വേണ്ട, ഞങ്ങൾക്കവനെ വേദനിപ്പിക്കാൻ ഉദ്ദേശമില്ലായിരുന്നു. മാളവിക വിതുമ്പി. ലക്ഷ്മി വിറയ്ക്കുന്ന കൈകളോടെ തന്റെ മൊബൈൽ ഫോൺ എടുത്ത് എന്നെ കാണിച്ചു. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വ്യാജവൈദ്യന്റെ വീഡിയോ. കുട്ടിയുടെ രക്തം ചേർത്ത മിശ്രിതം നൽകിയാൽ സംസാരശേഷി ലഭിക്കുമെന്ന അസംബന്ധം. അച്ഛൻ അവനെ നോക്കി വിഷമിക്കുന്നത് സഹിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല ചേച്ചി. ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി. ലക്ഷ്മിയും മാളവികയും കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ആ കണ്ണീര് കണ്ടപ്പോൾ എന്റെ ദേഷ്യം പോയി. പകരം സഹതാപം വന്നു. ഞാൻ ഉടൻ തന്നെ ഹരീഷ് വർമ്മയെ വിളിച്ചുണർത്തി. നടന്നതെല്ലാം വിശദീകരിച്ചു. തേൻകുപ്പിയുടെ രഹസ്യം കേട്ട് അദ്ദേഹം ആദ്യം ഞെട്ടി. ലക്ഷ്മിയുടെയും മാളവികയുടെയും കുറ്റസമ്മതം കേട്ടതോടെ അദ്ദേഹത്തിന് തന്റെ മക്കളുടെ അബദ്ധം മനസ്സിലായി. അദ്ദേഹം ഉടൻ തന്നെ ഒരു ശിശുരോഗ വിദഗ്ധനെ വീട്ടിലേക്ക് വിളിപ്പിച്ചു. ഡോക്ടർ അർജുനുമായി കുറച്ചുനേരം ചെലവഴിച്ചു. സംസാരത്തിന് പ്രേരിപ്പിച്ചപ്പോൾ അവൻ പ്രതികരിച്ചില്ല. ഡോക്ടർ അവന് ഒരു കടലാസും ക്രയോണുകളും നൽകി. അർജുൻ വരയ്ക്കുന്നത് ഞാൻ കൗതുകത്തോടെ നോക്കി നിന്നു. ആ ചിത്രത്തിൽ ഒരു വശത്ത് മൊബൈലിൽ തല കുനിച്ചിരിക്കുന്ന അച്ഛൻ, മറുഭാഗത്ത് ചിരിക്കുന്ന ചേച്ചിമാർ, അതിനിടയിൽ കറുത്ത വരകളാൽ വരച്ച ഒട്ടപ്പെട്ട ഒരു കുട്ടി. ആരും ശ്രദ്ധിക്കാതെ തല താഴ്ത്തി നിൽക്കുന്ന അർജുൻ. ഡോക്ടർ ഹരീഷ് വർമ്മയുടെ നേർക്ക് തിരിഞ്ഞു. മിസ്റ്റർ വർമ്മ, അർജുന് സംസാരശേഷിയില്ലാത്ത പ്രശ്നമില്ല. അവൻ മനഃപൂർവ്വം സംസാരിക്കാതിരിക്കുന്നതാണ്. സിലക്റ്റീവ് മ്യൂട്ടിസം എന്ന അവസ്ഥയാണിത്. ഈ വീട്ടിൽ ആരും അവന്റെ ശബ്ദത്തിന് വില കൽപ്പിക്കുന്നില്ലെന്ന് അവൻ വിശ്വസിക്കുന്നു. മൊബൈൽ അവന്റെ രക്ഷാമാർഗമായി. ഇത് നിങ്ങളുടെ ശ്രദ്ധക്കുറവിന്റെ ഫലമാണ്. ആ വാക്കുകൾ കേട്ട് ഹരീഷ് വർമ്മയുടെ ലോകം തകർന്നടിയുന്നത് ഞാൻ കണ്ടു. തന്റെ തിരക്കിട്ട ജീവിതത്തിൽ അദ്ദേഹം മകനെ പൂർണ്ണമായും അവഗണിക്കുകയായിരുന്നു. ആ കുറ്റബോധം അദ്ദേഹത്തെ തളർത്തി. അന്നുമുതൽ ആ വലിയ ബംഗ്ലാവിൽ മാറ്റങ്ങൾ വന്നു. ലക്ഷ്മിയും മാളവികയും അർജുനെ കെട്ടിപ്പിടിച്ച് അവനോട് മാപ്പ് പറഞ്ഞു. അവർ മൊബൈൽ മാറ്റി അവനോടൊപ്പം കളിച്ചു. ഹരീഷ് വർമ്മയും മകനുമായി സമയം ചെലവഴിക്കാൻ തുടങ്ങി. എന്നാൽ ആ നിശബ്ദതയുടെ മതിൽ തകർക്കാൻ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചത് ഞാനായിരുന്നു. അടുക്കളയിലെ തിരക്കുകൾക്കിടയിലും ഞാൻ അർജുന്റെ ലോകത്തേക്ക് കടന്നുചെന്നു. അവനോട് സംസാരിച്ചു. ഒരു കുഞ്ഞു വാവയോട് സംസാരിക്കുന്നതുപോലെ അവന്റെ കൈകളിൽ തലോടി പാട്ടുപാടി. അവൻ പ്രതികരിച്ചില്ലെങ്കിലും എന്റെ കണ്ണുകളിലെ സ്നേഹം അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ പതിയെ അവന്റെ മൊബൈൽ ഫോൺ മാറ്റി. കളിമണ്ണും പെയിന്റുകളും നൽകി. എന്റെ വാത്സല്യത്തിന്റെ ഊർജം മുഴുവൻ ഞാൻ ആ കുട്ടിക്കായി പകർന്നു നൽകി. മാസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം വൈകുന്നേരം ഞാൻ മുറ്റം വൃത്തിയാക്കുമ്പോൾ അർജുൻ സൈക്കിളിൽ എന്റെ അടുത്തു വന്നു നിന്നു. ഞാൻ അവനെ നോക്കി ചിരിച്ചു. എന്താ അർജുൻ, കളിക്കാൻ പോകുകയാണോ? അവൻ സൈക്കിളിൽ നിന്നിറങ്ങി എന്റെ കൈകളിൽ പിടിച്ചു. അവന്റെ ചുണ്ടുകൾ വിറച്ചു, കണ്ണുകൾ നിറഞ്ഞു. പതിയെ, വളരെ പതിയെ അവന്റെ മൗനം തകർത്തുകൊണ്ട് ആ ആദ്യത്തെ വാക്ക് പുറത്തുവന്നു. അഞ്ജലി. ആ വിളി കേട്ട് എന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. എന്റെ ഹൃദയം സന്തോഷത്താൽ നൃത്തമാടി. ഞാൻ അവനെ വാരിയെടുത്ത് കെട്ടിപ്പിടിച്ചു. ലക്ഷ്മിയും മാളവികയും ഓടിവന്നു. ഹരീഷ് വർമ്മയുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. അവഗണനയുടെ മൗനം തകർക്കാൻ സ്നേഹത്തിനും ശ്രദ്ധയ്ക്കും മാത്രമേ കഴിയൂ എന്ന വലിയ പാഠമാണ് അർജുൻ എനിക്ക് നൽകിയത്. ഇടുക്കിയിലെ ക്വാറിയിൽ നഷ്ടപ്പെട്ട വെളിച്ചം കൊച്ചിയിലെ ഈ വീട്ടിൽ ഒരു കുഞ്ഞിന്റെ ചിരിയിലൂടെ ഞാൻ തിരികെ കണ്ടെത്തി.